ദില്ലിയിൽ കനത്ത മഴ തുടരുകയാണ്. പ്രധാനപ്പെട്ട പല റോഡുകളിലും വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ദില്ലിയിൽ അങ്ങ് സുപ്രീം കോടതിക്ക് സമീപം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദില്ലി സർക്കാർ ഇടപെടുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മഴ മൂലം ദില്ലിയിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകിയാണ് സർവീസ് ഇപ്പോൾ നടത്തുന്നത്. ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ദില്ലിയിൽ രാവിലെ മുതൽ കനത്ത മഴ പെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുപ്രീം കോടതിക്ക് സമീപമാണ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ റോഡുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ കാണുന്നത് ഭാരത് മണ്ഡപമാണ്. അതായത് പ്രധാനപ്പെട്ട ദില്ലിയിലെ സ്ഥാപനങ്ങളുടെ ഭാഗത്താണ് വെള്ളം കയറിയിരിക്കുന്നത്. വലതുവശത്തേക്ക് തിരിച്ചാൽ അവിടെ സുപ്രീം കോടതിയുടെ കെട്ടിടങ്ങളാണ് ഉള്ളത്. സുപ്രീം കോടതിക്ക് സമീപമുള്ള റോഡിലാണ് ഈ വിധത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. വെള്ളത്തിന്റെ അളവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുട്ടോളം വെള്ളമുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ കൂടുതൽ മഴ പെയ്താൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നലെ മാത്രം 350-ലേറെ വിമാനങ്ങൾ ഈ മഴ ബാധിച്ചിരുന്നു. പലതും വൈകിയാണ് സർവീസ് നടത്തിയത്. നിരവധി വിമാനങ്ങൾ ഇപ്പോഴും വൈകി സർവീസ് നടത്തുന്നു. കനത്ത മഴയാണ്. പല വിമാനങ്ങളും ആഭ്യന്തര വിമാനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുന്ന സ്ഥിതിയുണ്ട്. ഒരു വണ്ടി വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ ദില്ലിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ കനത്ത മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. ഉത്രാടം ആണ്. ഉത്രാടത്തിൽ സാധാരണഗതിയിൽ ദില്ലിയിലെ മലയാളികളൊക്കെ സാധനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ പുറത്തു പോവുകയും ആഘോഷത്തിനായി പുറത്തിറങ്ങുന്ന ദിവസമാണ്. ഇന്നാണ് കനത്ത മഴ. ഉത്രാടം ദിനത്തിൽ മഴ നനഞ്ഞുകൊണ്ടായിരിക്കും ഓണത്തിലേക്ക് ദില്ലിയിലെ മലയാളികൾ കടക്കുന്നത്. ഇന്നലെ തുടങ്ങിയ മഴ അവസാനിച്ചിട്ടില്ല. നാളെ തിരുവോണ ദിനത്തിലും കനത്ത മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ ഏജൻസികൾ നൽകിയിരിക്കുന്നത്. ഏതായാലും മഴ തുടരുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, വാഹനങ്ങളൊക്കെ വളരെ ശ്രമകരമായാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട്. ദില്ലിയിൽ മഴ ഇപ്പോഴും തുടരുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച.